പവർ കട്ട് ഇല്ലാത്ത 10 വർഷം എന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം നേരിട്ടത്. അതുപോലെ തന്നെ അവർ നടത്തിയ ക്യാമ്പയിൻ ആയിരുന്നു ആ ഇരുണ്ട കാലത്തേക്ക് നമുക്ക് പോകണ്ട എന്നൊരു ക്യാമ്പയിൻ. അതായത് 10 വർഷം മുൻപത്തെ UDF-ന്റെ ഭരണത്തിലേക്ക് പോകണ്ട എന്നുള്ളതൊക്കെ. പക്ഷേ വോട്ടെടുപ്പ് കഴിഞ്ഞു, വീണ്ടും പവർ കട്ട് ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, കൃത്യമായ ഇടവേളകളിൽ കറണ്ട് പോകുന്നു വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. പക്ഷെ നമ്മുടെ വൈദ്യുതി മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് ലോഡ് ഷെഡിങ് അല്ല, നമ്മുടെ ലോഡ് ഷെഡിങ് ഇങ്ങനെ അല്ല എന്നൊക്കെയാണ്. ശരിക്കും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്? ഇത് ലോഡ് ഷെഡിങ് തന്നെയാണ്. മന്ത്രി എന്ന് പറഞ്ഞാൽ ലോഡ് ഷെഡിങ് തന്നെയാണ്. കാരണം ഇടവിട്ട ഇടവേളകളിലെല്ലാം തന്നെ ഇന്ന് രാത്രികാലങ്ങളിൽ ഇന്നലെ എല്ലാ സ്ഥലത്തും കേരളം ഒട്ടാകെ 15 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ തന്നെ ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഈ ഡയലോഗുകൾ പറയുന്നത്. അത് എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന 10 വർഷം പവർ കട്ടില്ലാത്ത കേരളം എന്നൊക്കെയുള്ള ബെടായി അടിച്ചുകൊണ്ടിരുന്നതിന് ശേഷമാണ് ഇപ്പൊ ഇതിങ്ങനെ മാറുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഈ വൈദ്യുതി രംഗത്ത് കഴിഞ്ഞ ഈ സർക്കാരിന്റെ കാലത്തുണ്ടായ പിടിപ്പുകേട് കൊണ്ടാണ് ഇപ്പൊ ഈ അവസ്ഥ ഉണ്ടായത്. ഇപ്പൊ ഉയർന്ന നിരക്കിലുള്ള വില കൊടുത്താണ് വൈദ്യുതി വാങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിന് ദീർഘകാല കരാർ ഉണ്ടാക്കിയിരുന്നു. അതായത് 465 മെഗാവാട്ട് വൈദ്യുതി ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസയ്ക്ക് വാങ്ങാനുള്ള കരാറാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് പിണറായി സർക്കാർ വന്നിട്ട് ആ കരാർ റദ്ദാക്കി. എന്നിട്ട് അതിന് നേരെ ഇരട്ടി വിലയ്ക്കാണ് ഇപ്പോൾ കറണ്ട് വാങ്ങുന്നത്. അപ്പോൾ ഇനിയും അതിനെക്കാട്ടി കൂടുതൽ കൊടുത്ത് കറണ്ട് വാങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 10 വർഷത്തേക്കുള്ള ദീർഘകാല കരാറായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതായത് 10 വർഷത്തേക്ക് ഈ വിലയ്ക്കായിരുന്നു നമുക്ക് വൈദ്യുതി കിട്ടുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് വന്നിട്ടാണ് ഇപ്പോഴത്തെ സർക്കാർ, പിണറായി സർക്കാർ അത് വന്ന് മാറ്റിയിട്ട് ഈ അന്യായ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്ന സ്ഥിതിയിലേക്ക്. എന്തിനാണ് അത്തരം ഒരു സ്ഥിതി, അന്യായ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ പോകുന്നു എന്നുള്ളതിന് ഇപ്പോൾ പോലും വിശദമായ ഒരു മറുപടി പറഞ്ഞത്. 4 രൂപയ്ക്ക് കിട്ടുന്ന വൈദ്യുതി 8 രൂപയ്ക്കും 10 രൂപയ്ക്കും വാങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് സംസ്ഥാനത്തിന്, വൈദ്യുതി ബോർഡിന് വലിയ തോതിലുള്ള നഷ്ടം വരുത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു കരാറിലേക്ക് പോയത്. അത് തന്നെയാണ് ഇതിനകത്തുള്ള വലിയ അഴിമതിയുടെ ചുരുളഴിയുകയും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് ഒരു കാരണമായി മാറുകയും ചെയ്ത ഒരു പ്രധാന കാരണം. അപ്പോൾ ഒരു ദിവസം ഇപ്പം ഈ ദീർഘകാല കരാർ, അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കരാർ റദ്ദാക്കി പുതിയ കരാർ വന്നപ്പോഴത്തേക്ക് പ്രതിദിനം ഇലക്ട്രിസിറ്റി ബോർഡിന് 15 മുതൽ 20 കോടി രൂപയുടെ വരെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാർ തന്നെ വരുത്തി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ജനങ്ങളുടെ മേൽ ഭീമമായ ഒരു നികുതി ഭാരം ഏൽപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സർക്കാർ പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഈ സർക്കാർ ചെയ്തത്. കാരണം കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരു സാധനത്തിന് നിങ്ങൾ എന്തിനാണ് ഇരട്ടി വില കൊടുത്ത് അത് പഴയ കരാർ റദ്ദാക്കിയിട്ട് വാങ്ങുന്നു? അവിടെയാണ് സംശയം ഉണ്ടാകുന്നത്. അവിടെ ആ സംശയം എന്ന് പറഞ്ഞാൽ അഴിമതിയാണ്. അതിന് ഇടനില നിന്ന് കാരണം സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകർ ധാരാളമുണ്ട്. അവരുടെ നിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. ഇല്ലെങ്കിൽ എന്തിനുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കരാർ റദ്ദാക്കിയിട്ട് മാറ്റി എന്നുള്ളതിന് പിണറായി സർക്കാർ ഇതുവരെ പോലും മറുപടി പറഞ്ഞാൽ വൈദ്യുതി മന്ത്രി ഇതുവരെ പോലും മറുപടി പറഞ്ഞിട്ടുമില്ല. അതുപോലെ നമ്മുടെ നാഷണൽ ഗ്രിഡിൽ നിന്ന് വരുന്ന വൈദ്യുതിയുടെ ഒരു ഇമ്പോർട്ടൻസും ഇതിൽ പറയേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല, ഈ സംസ്ഥാനത്തിന്റെ നേട്ടം മാത്രമായി ഇത് കണക്കാക്കാൻ കഴിയില്ല. ഈ സംസ്ഥാനത്തിന്റെ നേട്ടം നമ്മളിവിടെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ഈ ജലവൈദ്യുത പദ്ധതികളെയാണ്. അവിടെ നിന്ന് ആവശ്യത്തിന് കിട്ടാത്തതുകൊണ്ടാണല്ലോ നമ്മൾ നാഷണൽ ഗ്രിഡിൽ നിന്നൊക്കെ ഇത് വാങ്ങുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതാണ് ഇനിയും പുറത്തു വരാത്ത ഈ ഏറ്റവും വലിയ അഴിമതി എന്ന് പറയുന്നത്. പുതിയ സർക്കാർ കോൺഗ്രസിന്റെ അധികാരത്തിൽ വരികയാണെങ്കിൽ അവരാദ്യം അന്വേഷിക്കേണ്ടത് ഇതാണ്. ഈ കരാർ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന കരാർ എന്തിന് നിങ്ങൾ റദ്ദാക്കിയിട്ട് ഇതിന്റെ പിന്നിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. അത്തരം ഒരു ഇടപാട് നടത്തുന്നതിനെതിരെ അതിനെ കരാറിനെ എതിർത്ത ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, മുതിർന്ന IAS ഉദ്യോഗസ്ഥരെയൊക്കെ അവരവിടെ നിന്ന് മാറ്റുകയൊക്കെ ചെയ്തിരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം പുതിയ UDF സർക്കാർ വരികയാണെങ്കിൽ അവരാദ്യം അന്വേഷിക്കേണ്ട ഈ കരാറിനകത്തുള്ള അഴിമതിയെക്കുറിച്ചാണ് അന്വേഷിക്കുക. അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഈ രാത്രികാലങ്ങളിൽ ലോഡ് ഷെഡിങ്, അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈദ്യുതി മന്ത്രി പറയുന്ന ഈ ന്യായീകരണത്തിന് ഒരു അർത്ഥവുമില്ല. കാരണം കറണ്ടില്ല എന്നുള്ളത് ഓവർലോഡ് കൂടിയിട്ടൊന്നുമല്ല, കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഈ കട്ട് വേണ്ടി വരുന്നത്. അതാണല്ലോ സാധാരണഗതി നമ്മൾ കാണുന്നത്. ഒരു സാധനത്തിൻ്റെ സപ്ലൈ കുറയുമ്പോഴാണല്ലോ
അതിന് ക്ഷാമം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുതിക്ക് ക്ഷാമം ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ പവർ കട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് സംസ്ഥാനം മുഴുവൻ, അത് നഗരപ്രദേശങ്ങളിൽ വല്ലപ്പോഴും ആണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാ ദിവസവും 2-3 മണിക്കൂറാണ് കറണ്ട് കട്ടിപ്പ് അനുഭവപ്പെടുന്നത്. ഒരു സാധാരണക്കാരന്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഒരു 10 വർഷം മുൻപ് ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം 7 മണിക്ക് കറണ്ട് പോകും, 7:30 കറണ്ട് വരും എന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് ഇൻഫർമേഷൻ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു റൂറൽ ഏരിയയിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു 11 മണിയാവുമ്പോൾ അല്ലെങ്കിൽ ഒരു 10:45 ആവുമ്പോൾ പെട്ടെന്ന് രാത്രി പെട്ടെന്ന് കറണ്ട് പോവാണ്. എപ്പോ വരും എന്നറിയില്ല, വരുമോ എന്നറിയില്ല. ഒരു അൺഇൻഫോംഡ് ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഒരു സാധാരണക്കാരന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ 10 വർഷം മുമ്പത്തെ ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്നത് എത്രയോ ഭേദമായിരുന്നു എന്ന് തോന്നിപ്പോകും. അത് തന്നെ ഇവർ ഈ പറയുന്ന ന്യായങ്ങളൊന്നും തന്നെ ഇവർ പറഞ്ഞതെല്ലാം ഇവർക്കെതിരെ തിരിച്ചടിച്ചിരിക്കുകയാണ്. അതായത് 2040 വരെയാണ് നമ്മൾ ദീർഘകാല കരാറ് ഈ വൈദ്യുത കമ്പനികളുമായിട്ട് ഉണ്ടാക്കിയിരുന്നത്. അതായത് 10 വർഷത്തേക്ക് 4 രൂപ 29 പൈസയ്ക്ക് കിട്ടേണ്ട വൈദ്യുതിയാണ് ഇപ്പോൾ 8 രൂപയ്ക്കും 10 രൂപയ്ക്കും വാങ്ങി സംസ്ഥാനത്ത് ഇത്രയും വലിയ ഭീമമായ കടബാധ്യത ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിനകത്ത് സത്യം പറഞ്ഞാൽ ജനങ്ങളെ അതിനകത്ത് രക്ഷിക്കാൻ KECBയോ റെഗുലേറ്ററി കമ്മീഷനോ ഒന്നും കാര്യമായ നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബാക്ക്ലാഷാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ കറണ്ട് കട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്കാരിന് യാതൊരു ഒരു ദീർഘകാല കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ദീർഘകാല പദ്ധതികളോ ഇല്ലാതെ വരുന്നതിൻ്റെ ഒരു സംഭവമാണിത്. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഈ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം വീടുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പം ആ വൈദ്യുതി ഉപയോഗിക്കുന്നതിന് പോലും ഒരു വേണ്ടത്ര ഒരു ശുഷ്കാന്തി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അവരുടെ സബ്സിഡികൾ സമയത്ത് കൊടുക്കാൻ കഴിയുന്നില്ല, അല്ലെ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ KECB എന്ന് പറയുന്ന ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോഴും കിടക്കുന്നത്. കാരണം ഈ ദീർഘകാല കരാറിന്റെ പിന്നിൽ നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് പലതരത്തിലുള്ള ചോദ്യങ്ങളും ഒക്കെ പലപ്പോഴും പ്രതിപക്ഷം ഉന്നയിച്ചപ്പോഴൊന്നും തൃപ്തികരമായ ഒരു മറുപടി പറയാൻ വൈദ്യുതി മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ CPM-നോ ഒന്നും KECBക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പം അതാണ് ജനങ്ങൾ ഇപ്പോൾ ഈ അന്വേഷിക്കേണ്ട ഒരു കാര്യം. അതായത് ഈ ഇപ്പോഴത്തെ പവർ കട്ടിന്റെ പിന്നിൽ ആ അഴിമതി എന്ന പണം വാങ്ങി ഇപ്പോഴത്തെ ഭരണകക്ഷി പണം വാങ്ങിയതിന്റെ ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. അതാണ് ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത്. പിന്നെ പുതിയ പദ്ധതികളൊന്നും തന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു തരത്തിലുള്ള പുതിയ ജലവൈദ്യുത പദ്ധതികൾ ഇവരുടെ CPM-ന്റെ കഴിഞ്ഞ 2016-ലെയും 2021-ലെയും പ്രകടന പത്രികയിൽ എഴുതി വെച്ചിരുന്നതാണ് ചെറുകിട വൈദ്യുത പദ്ധതികൾ ആരംഭിക്കുക. എത്ര ചെറുകിട പദ്ധതികളിലൂടെ ആരംഭിച്ച് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒന്നും നടന്നിട്ടില്ല. നടന്നത് ഇതാണ്, ജനങ്ങളുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ വൈദ്യുതി ചാർജ് കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. ഇവരുടെ കടമെന്ന് പറയുന്നത് 4000-5000 കോടി രൂപയുണ്ട് KECB-യുടെ കടബാധ്യത എന്ന് പറയുന്നത്. ഇത് ഏത് കാലത്ത് വീട്ടിൽ നിൽക്കാനാണ്? കാരണം ഈ ലെവലിലാണ് ഈ ഓരോ വർഷവും വൈദ്യുതി ചാർജ് കൂടുന്ന സ്ഥിതിയുണ്ട്. 10 വർഷത്തിനിടെ എത്ര പ്രാവശ്യം കറണ്ട് ചാർജ് കൂട്ടിയെന്ന് ആലോചിച്ചാൽ മതി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായത്? ദീർഘകാല കരാറിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് കമ്മീഷൻ അടിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വീണ്ടും വലിയൊരു ഭാരം ഏൽപ്പിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ ഇത് ഈ വരാൻ പോകുന്ന UDF-ന്റെ സർക്കാരാണെങ്കിൽ ആദ്യ ദിവസം തന്നെ അന്വേഷണത്തിന് ഉത്തരവിടേണ്ട ഒരു പ്രധാന കാര്യം ഇത് തന്നെയാണ്. കേരളത്തിലെ ജനങ്ങളുടെ മേൽ ഇത്രയും വലിയ സാമ്പത്തിക ഭാരം ഏൽപ്പിച്ചു വെച്ച ഈ ഇടപാടിന്റെ പിന്നിലുള്ള ഉത്തരവാദികൾ ആരാണ്, അവരെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമമാണ് പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഈ സോളാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സോളാർ സ്ഥാപിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള വീടുകൾ, കുടുംബങ്ങൾ ഇവരെല്ലാം ഇതിൽ നിന്ന് വിമുഖത കാണിക്കുന്നുണ്ട്. ഒന്നുകിൽ ഇതിന്റെ അവയർനെസ് കുറവ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സബ്സിഡി കിട്ടില്ല എന്നുള്ള ഭയം, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ KECB-യുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടായിട്ട് പോലും അങ്ങനെ ചെയ്യാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാത്തത് തന്നെയാണ് ഇതിലേക്ക് വലിയൊരു. അതിനുവേണ്ടി സർക്കാർ കാര്യമായ ഒരു ശ്രമങ്ങളും നടത്തുന്നില്ല. ഇപ്പൊ ഈ സബ്സിഡി കേന്ദ്ര സർക്കാരാണ് 78,000 രൂപ സബ്സിഡി കൊടുക്കുന്നത്. പക്ഷേ ഇതിനെ ഒരു അവയർനെസ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി KECB-യുടെ ഭാഗത്ത് കാര്യമായ ഒരു നടപടികൾ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ പൂർണ്ണമായും നമ്മുടെ സർക്കാർ നമ്മുടെ ജനങ്ങളും എല്ലാം ആശ്രയിക്കുന്ന ജലവൈദ്യുത പദ്ധതിയാണ്. കാരണം ഇതുപോലുള്ള വേനലുകൾ വരുമ്പോഴത്തേക്ക് ഡാമുകളിലെ വെള്ളം വറ്റിപ്പോകുന്ന സ്ഥിതിയുണ്ട്. പിന്നെ ഈ പല ഈ ഡാമുകളുടെയും കപ്പാസിറ്റി കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ വെള്ളം ശേഖരിക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരും. കാരണം വലിയ തോതിൽ മണ്ണടിഞ്ഞ് കിടക്കുന്ന അവസ്ഥയുണ്ട് പല ഡാമുകളിലും. അതൊന്നും മാറ്റാനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ 10 വർഷത്തിനിടയിൽ അങ്ങനെയുള്ള ഒരു കാര്യവും നടന്നിട്ടുമില്ല. അപ്പം ഈ നമ്മളെപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ് പ്രോജക്റ്റിനെ കുറിച്ചും ഓൾട്ടർനേറ്റീവ് സോഴ്സിനെ കുറിച്ചും അന്വേഷിക്കേണ്ട സമയമാണ്. അതിനിപ്പോൾ ഒരു നല്ല മാർഗം എന്ന് പറയുന്നത് ഈ സോളാറാണ്. ആ സോളാറിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇനിഷ്യേറ്റീവുകൾ
മേഘ പറഞ്ഞ പോലെ തുടക്കത്തിൽ അങ്ങനെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വലിയ കാര്യമായ ഒരു ശ്രമങ്ങളും നടക്കുന്നില്ല. കാരണം കേരളത്തിൽ ടെറസിട്ട വീടുകൾ ധാരാളമുണ്ട്. അതെ. അപ്പോൾ ഈ ടെറസിട്ട വീടുകളിലാണ് ഇത് വെക്കേണ്ടത്. കാരണം അവർക്ക് ഇനീഷ്യൽ ഒന്നുകിൽ വൈദ്യുതി ബോർഡ് തന്നെ ഇനീഷ്യലി അവർ അതിനുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ലോണോ അങ്ങനെയുള്ള വായ്പാ സൗകര്യങ്ങൾ, പലിശരഹിത വായ്പയൊക്കെ കൊടുത്ത് ആൾക്കാരുടെ ഇടയിൽ കൂടുതൽ വ്യാപിപ്പിച്ചില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തോതിലുള്ള വൈദ്യുതി ക്ഷാമം നേരിടേണ്ട സ്ഥിതി ഉണ്ടാവും. കാരണം ഈ അന്യായ വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങുക എന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമാണ്. ഒന്നാമതെ 4 ലക്ഷം കോടി രൂപ കടത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം വീണ്ടും വീണ്ടും അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇപ്പോൾ ഊർജം തരുന്ന ഈ KCB പോലുള്ള സ്ഥലങ്ങളിൽ വീണ്ടും നിങ്ങൾ സാമ്പത്തിക ഭാരം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വികസന പ്രക്രിയകളെല്ലാം തന്നെ അതിനെ ബാധിക്കും. ഇല്ലേ? നമ്മുടെ വ്യവസായ രംഗത്തുള്ളവർക്ക് തന്നെ വലിയ തുക കൊടുത്തിട്ടാണ് ഈ കൊമേഴ്ഷ്യൽ കറണ്ട് വാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ചിന്തിക്കുകയും അത് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് സർക്കാർ നടത്തേണ്ടത്.